തൻ്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ പല വിഷയമുണ്ട്. അതിൽ ഒന്ന്, തന്നെ സേവിക്കുന്ന, ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, അവിടുത്തെ ഭജിക്കുന്ന ദൈവജനം ശുഭപ്പെട്ടിരിക്കണം. ചുമ്മാ അലമ്പി നടക്കുകയും ആലപ്പറ ഉണ്ടാക്കുകയും പിച്ചും പേയും പറഞ്ഞ് നടക്കുകയും വായി വരുന്നതെല്ലാം വിളിച്ചു കൂവി നടക്കുകയും പരപ്പെല്ലാം നെടുക നടന്ന് പറയുകയും. ഞാൻ അധികം വിവരിക്കുന്നില്ല, അതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. സ്തോത്രം. തന്നെ സേവിക്കുന്ന, ആരാധിക്കുന്ന ദൈവമക്കൾ ശുഭപ്പെട്ടിരിക്കണം. ശുഭത. ഞാൻ ദാനിയേൽ പ്രവചനത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നും പോകുന്നത് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ദാനിയേൽ പ്രവചനത്തിന്റെ ബൈബിൾ ക്ലാസ്സും എല്ലാം പഠിച്ചു വെച്ച് ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകണ്ട. ദാരിയാവേശിന്റെയും കോരേശിന്റെയും വാഴ്ചയിൽ ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു. ഈ ശുഭപ്പെട്ടിരുന്നത് സ്വന്തം സ്ഥലത്തോ ജന്മനാട്ടിലോ സാഹചര്യമെല്ലാം അനുകൂലമുള്ള സ്ഥലത്തല്ല, ബാബേലിൽ, അന്യനാട്ടിലാന്ന് ഓർക്കണം. സ്തോത്രം, സ്തോത്രം, ആമേൻ. അതിനു മുമ്പ് ഒരു ചിന്ത, ഈ ഏതെല്ലാം മേഖലകളിൽ നമ്മൾ ശുഭപ്പെട്ടിരിക്കണം, അതിങ്ങനെ ചിന്തിക്കുന്നതാണ് നല്ലത്. ഒന്ന്, വ്യക്തിപരമായിട്ട് ശുഭത വേണം. വ്യക്തികൾക്ക് ആദ്യം ശുഭത വേണം. നമുക്ക് സമാധാനം ഇല്ലാതെ നമ്മൾ എന്ന് അവരോട് പറയാ, യേശു സമാധാനം തരും കേട്ടോ. അത് കഴിഞ്ഞ് ചിഞ്ഞോട്ട് വന്ന് പറയാ, കൊച്ചമ്മ എന്തുകൊണ്ട് വെച്ചാൽ ഒരു സമാധാനം ഇല്ല, മിണ്ടിപ്പോകരുത് നീ. രാവിലെ 5-6 ട്രാക്ട് കൊടുത്തോണ്ട് ഇറങ്ങും, തമ്പിയുടെ ഹൃദയ. അതിന് നിനക്ക് എന്നാ? തകരുന്ന കപ്പൽ, നിന്റേത് മുഴുവൻ തകർന്നിരിക്കുകയാണല്ലോ. നമുക്കൊരു സമാധാനം ഇല്ല. നമ്മളാ നാട്ടുകാർക്കല്ല. പണ്ട് ഞാനും ഒരു സഹോദരനും കൂടെ ബൈബിൾ സ്കൂളിൽ നിന്ന് പോയി. അന്ന് എനിക്കെപ്പോഴും വീട്ടിൽ പോകാനൊക്കത്തില്ല, അപ്പം അവധി അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം ശനിയാഴ്ച ഞങ്ങൾ രണ്ടുകൂടെ പറഞ്ഞ്, അദ്ദേഹവും പറഞ്ഞ് നമുക്ക് വീടുകളിലൊക്കെ ഒന്ന് കയറാം, ലഘുലേഖ. ഞാൻ പറഞ്ഞ നല്ല കാര്യം. അപ്പം തിരക്കായതുകൊണ്ട് കിട്ടിയ ലഘുലേഖ എടുത്തുകൊണ്ടിറങ്ങി. ഷാടിയെന്ന് ഇപ്പോൾ ഓർക്കുന്നാണ്ട് കുഞ്ഞളമാമ്മയുടെയൊക്കെ വീട് കഴിഞ്ഞ് വളവും കഴിഞ്ഞ് നമ്മൾ പാതിപ്പള്ളിക്കടവിലോട്ട് പോകുന്നതിൻ്റെ 2ാമത്തെ വളവിൻ്റെ അവിടെ അകത്തിരിക്കുന്ന എനിക്കുന്ന ഒരു യഹോവ സാക്ഷിക്കാരാന്ന് തോന്നുന്നു. വീട്ടുപേര് ഞാൻ ഓർക്കുന്നില്ല. ഒരു പഴയ വീട്. അപ്പച്ചന മിറ്റത്ത് കസേര, ചാരുകസേര, അമ്മച്ചി ചട്ടയും മുണ്ട് കൊടുത്ത് ഇപ്പോഴും ഉണ്ട്. ചെന്നുടനെ ലഘുലേഖ കൊടുത്തു. അപ്പം കൊടുക്കുന്നതിന് മുന്നേ അച്ചായൻ പറഞ്ഞ്, എടി 2 പിള്ളേർ വന്നിരിക്കുന്ന നാരങ്ങാ വെള്ളം എടുക്കാൻ. നല്ല ഉച്ച സമയം, ക്ഷീണമുണ്ട്. അപ്പോൾ ഒരു നാരങ്ങാ വെള്ളം കുടിച്ചാൽ നമുക്കന്ന് ബൈബിൾ സ്കൂളിലായതുകൊണ്ട് പൈസയൊന്നും കയ്യിലില്ല. അപ്പോൾ അത് വലിയ ആശ്വാസം. അപ്പോൾ പടന്ന നാരകം കായുമൊക്കെ ആയിട്ട് അവിടെ കിടക്കുന്നത് ഞാൻ കണ്ടു, കയറി അങ്ങോട്ട് ചെന്നപ്പം. അപ്പം ഞങ്ങളങ്ങോട്ട് കയറി ഉടനെ നല്ല ചൂട് സമയമാണ്. പുള്ളിയും എനിക്കൊന്ന് കറണ്ട് ഇല്ലായിരിക്കും, അതാ വെളിയിൽ ചാരുകസായിട്ട് ഇങ്ങനെ വീശി. ഞങ്ങൾ 2 ചെന്ന ഉടനെ ഈ കൂടെയുള്ള സഹോദരൻ കയ്യിൽ നിന്ന് ലഘുലേഖ കൊടുത്തു. ചോദിച്ചു, അദ്ദേഹം ചോദിച്ചു എന്തുവാ? അപ്പോൾ ഇത് ലഘുലേഖ, ട്രാക്റ്റ്. എവിടുന്ന് വരുന്നു? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇന്നടത്തിന്ന്. എവിടെ വീട്? ഞാൻ പറഞ്ഞു എൻ്റെ വീട് കാവാലം. അദ്ദേഹത്തിൻ്റെ വീട്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, അതുകൊണ്ട് മോശമാണ്, ഇന്നടത്ത്. അപ്പം ഈ ലഘുലേഖ കൈ വാങ്ങിച്ചേച്ച് പുള്ളി ചോദിച്ചു, ഇതെന്തുവാ മോനെ? അപ്പം ഇത് ലഘുലേഖ. എന്തുവാ ഇതിനകത്ത് എഴുതിയേക്കുന്നേ? കുഴഞ്ഞു. എന്നാൽ കൂടെ ഉള്ള പറഞ്ഞ അപ്പച്ചാൻ ഞങ്ങളത് വായിച്ചില്ല. പിന്നെ അടുത്ത ഡയലോഗ്, നിങ്ങൾ വായിക്കാത്താണോ നാട്ടുകാരെ വായിപ്പിക്കാൻ നടക്കുന്നേ? ചിന്തിച്ച് വളരെ എന്ത് ഇതായിട്ടാ പുള്ളി അവതരിപ്പിച്ച്. നിങ്ങൾ 2ഉം വായിച്ച് മനസ്സിലാക്കാത്താണോ നിങ്ങൾ നാട്ടുകാരെ?
വായിച്ചേച്ച് വരാൻ, വെള്ളം വേണ്ട പൊക്കോളാൻ. ആ തള്ള വെള്ളമായിട്ട് ഇറങ്ങുന്ന ഞാൻ കാണുകയും ചെയ്തു. തന്നില്ല. അന്ന് തീരുമാനമെടുത്തു, ഇനി എന്തെങ്കിലും ലഘുലേഖ കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഞാനത് വായിക്കും. എത്ര തിരക്കാന്നില്ല. നമ്മൾ വായിക്കാത്ത നമ്മളെ നാട്ടുകാരെ. നമുക്കൊരു സമാധാനമില്ല. നമ്മൾ നെടുക നടക്കുക. എവിടെ പോകുന്നു? കോഴിക്കോട്ടൊരു ശുശ്രൂഷയുണ്ട്, അവിടേക്ക് സമാധാനം കൊടുക്കാനോ? തിരുവല്ലായി സമാധാനം ഇല്ലാത്തതാണ് കോഴിക്കോട്ടിന് പോകുന്നത്. വണ്ടിയെ കയറി ടിക്കറ്റ് കൊടുത്ത് ഇങ്ങനെ അങ്ങ്. ആദ്യം നമുക്ക് സമാധാനം വേണ്ടേ? സ്തോത്രം. എന്റെ വിഷയമല്ലെന്ന് എനിക്കറിയാം. ഈ ആർക്കായി സമാധാനം കിട്ടുന്നത്? ആർക്കാ? അങ്ങനെ ഒത്തിരി കാര്യമുണ്ട്. ഒരു കാര്യം, ആർക്കാ സമാധാനം? ആർക്കാ? ചില പറഞ്ഞു എനിക്ക് ഒരു സമാധാനവും ഇല്ല. അതിനെ സമാധാനക്കേട് വരാം. സമാധാനം വരുന്നത് എങ്ങനെയാന്ന് പറയാം. നിങ്ങളാണ്ട 119 സങ്കീർത്തനത്തിന്റെ 165 വാക്യം വായിച്ച് ആർക്കായി സമാധാനം ഉള്ളത്? ആർക്കാന്ന്? നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ജീവൻ പോയ ബൈബിള് വായിക്കുകയല്ല. വചനം പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ കുത്തിയിരുന്ന് ഉറങ്ങുകയും ചെയ്യും. പിന്നെ എങ്ങനെ സമാധാനം കിട്ടും? അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഈ അക്ഷരം അറിയാൻ മേലാത്തവരുണ്ട്, അവരുടെ കാര്യമല്ല. അവർക്ക് ചിലപ്പം വായിക്കാൻ കണ്ണ് കാണാൻ പാടില്ലാത്തവരുണ്ട്, അവരുടെ കാര്യവും പരിഗണിക്കാം. ഇത് കണ്ണും കാണാം, അക്ഷരസ്ഫുടതയുണ്ട്, പക്ഷെ ജീവൻ പോയ വേറെ പുസ്തകം വായിക്കുക. എന്നാൽ തിരക്കും ജോലിയും ബത്തപ്പാട് കൊണ്ട് ഒത്തില്ല. വചനം പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? അന്നേരം ഒന്നെങ്കിൽ ഉഴപ്പും, അല്ലെ മൊബൈൽ. ഇപ്പൊ എല്ലാം സഭകളിലെല്ലാം മൊബൈൽ, എല്ലാവരുടെയും മൊബൈലിൽ തോണ്ടുക, അല്ലെ ഇരുന്ന് ഉറങ്ങുക. പിന്നെ എങ്ങനെ സമാധാനം ഉണ്ടാകും? നിങ്ങൾ പറ. ഇവിടെ വായിക്കുന്നത് നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് അവർക്കാ സമാധാനം. എനിക്ക് വചനം കേൾക്കണം, വചനം പഠിക്കണം, എനിക്ക് വചനത്തിൽ രസിക്കണം, എനിക്കറിയാൻ പാടില്ലാത്തത് പഠിക്കണം, കേൾക്കണം. ഓർമ്മയില്ലെങ്കിൽ കുറിച്ച് വെക്കണം. ഷിനു പാസ്റ്റർ എല്ലാം കുറിച്ചെടുക്കുന്നു, വളരെ നന്നായിരിക്കുന്നു, ചെയ്യണം. ചിലപ്പോൾ എല്ലാവർക്കും ഓർമ്മ ലഭിച്ചെന്ന് വരികയല്ല. ഇത് വേറെ പുസ്തകം കൊണ്ടുവരികയല്ല, കൊണ്ടുവന്നാവട്ടെ തുറക്കുകയല്ല, തുറന്നാവട്ടെ വായിക്കത്തില്ല, വായിച്ചാൽ ക്ലിയറായിട്ട് വായിക്കത്തില്ല, അത് തെറ്റിക്കും, പ്രസംഗം കേൾക്കുകയില്ല, ഒന്നും ചെയ്യുകയില്ല. ന്യായപ്രമാണത്തോട് യാതൊരു ഇങ്ങനെ തുള്ളിക്കളിച്ച് ഈ വെള്ളം കലക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഊത്ത പൊങ്ങുന്നെന്ന് പറയും. പറലല്ലേ ഇങ്ങനെ തുള്ളിക്കളിക്കും. വെള്ളം കലങ്ങുമ്പോൾ ഇതെല്ലാം കൂടെ ഊത്ത ഇങ്ങനെ തുള്ളി നിൽക്കും. ഈ ആരോഗ്യം വില ഉള്ളത് കൊണ്ട് തുള്ളാം. അല്പം ക്ഷീണം വന്നാലോ ആർക്കും വരാതിരിക്കട്ടെ. അഥവാ 2 ദിവസം ഒന്ന് കിടപ്പിലായി, ആർക്കും വരാതിരിക്കട്ടെ. യാത്ര ചെയ്യാൻ ഒക്കുന്നില്ല, പോയി പ്രസംഗം കേൾക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ അന്തരീക്ഷം വരിക എന്ന് വിചാരിക്കാം. ആ സമയത്ത് ബലപ്പെടണമെങ്കിൽ അകത്ത് വചനം വേണം. സ്തോത്രം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കണം. അപ്പൊ ഈ സമാധാനം ആർക്ക്? ശുഭത പലർക്കും ഇല്ല, സ്വസ്ഥത, സമാധാനമില്ല. അപ്പൊ ഇത് കൈവരിക്കണമെങ്കിൽ ഒന്ന് ന്യായപ്രമാണത്തോട് പ്രിയം. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച് ബൈബിള് കാണുമ്പോൾ അറിയാം ഇവർക്ക് ഇതിനോട് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന്. ചിലക്ക് ബൈബിൾ മേടിക്കാൻ പൈസ ഇല്ല, അല്ലാത്തതിനെല്ലാം അവർ രക്ഷപ്പെടുകയല്ല. പക്ഷെ ബൈബിള് കിട്ടുമോ? അവിടെ ബൈബിൾ ഇരിപ്പുണ്ടോ? കുട മേടിക്കാൻ കാശുണ്ട്, വടി മേടിക്കാൻ കാശുണ്ട്, കണ്ണാടി മേടിക്കാൻ കാശുണ്ട്, മാച്ച് ചെയ്യുന്ന ഡ്രസ്സ് എടുക്കാൻ കാശുണ്ട്, സാരിയുടെയും ചുരിദാറിൻ്റെയും അല്ലെ ഷർട്ടിൻ്റെയും ഒക്കെ മാച്ച് അനുസരിച്ചായി ഇപ്പം ഈ വാച്ചിൻ്റെ. ഞാനതിനെ എതിർക്കുന്നൊന്നുമില്ല. ചപ്പൽ മേടിക്കാൻ കാശുണ്ട്, പേറാ ലെവല് മേടിച്ച് പുരട്ടാൻ ഇപ്പം പേറാൻ്റെ വലിയല്ലേ വേറെ ഏതൊക്കെയാണ്, അതിനെല്ലാം കാശുണ്ട്. കല്യാണത്തിന് പോകാൻ
കാശുണ്ട്, ഓട്ടോ പിടിച്ചു പോകാൻ പൈസയുണ്ട്, ബന്ധുക്കാരുടെ വീട്ടിൽ ഇങ്ങനെ അങ്ങ് നടക്കും, അതിന് സമയമുണ്ട്, കാശുമുണ്ട്. ഒറ്റ കല്യാണം, വീടുകാർ, അതിനും പോകാൻ കാശുണ്ട്. ബൈബിള് മേടിക്കാൻ മാത്രം എല്ലാവരുടെയും കല്യാണം നടക്കാൻ പറയാം. നമുക്കെല്ലാം സെയിം ഡ്രസ്സ് വേണം. ആണുങ്ങളെല്ലാം സെയിം, പെണ്ണുങ്ങളെല്ലാം നമ്മൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കേണ്ടതല്ലേ, നല്ലത്, ഞാൻ എതിർക്കുന്നില്ല. അതിനെല്ലാം നമുക്ക് ബൈബിള്, ഇതൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവത്തിന് മനസ്സിലാകും ഇത് ഗുണമാകുന്ന. അവിടെ സമയം വന്നിക്കാൻ ബൈബിളുണ്ടോ? എവിടെ നിന്നില്ല, കുമ്പനാട്ടിൽ നിന്ന് വല്ലതും കിട്ടുമോ? അല്ല, ശ്യാം വരുമ്പോൾ ഒരെണ്ണം മേടിച്ചോണ്ട് പാഠപുസ്തകം കിട്ടുമോ? ബൈബിള് മേടിക്കാനും പാഠപുസ്തകം മേടിക്കാനും കാശില്ല. അല്ലാത്തതിനെല്ലാം ഇതൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. നീ 2 ദിവസം പട്ടിണി കിടന്നാലും കുമ്പനാട്ടി എന്ന് നല്ലൊരു ബൈബിളും മേടിക്കണം, ഒരു പാഠപുസ്തകം. അപ്പൊ തന്നെ മട്ട് മാറും. ഇത് ചിലരുടെ ബൈബിൾ കണ്ടിട്ടില്ലേ, ദൈവത്തെ പോലെ ആദിയില്ല. ദൈവത്തിന് അങ്ങനല്ലേ, അനാദിയായും ശാശ്വതമായി. അവിടെ അൽഫയും. ഉൽപ്പത്തി പുസ്തകത്തിന് 2 താളില്ല, വെളിപ്പാടിന്റെ 3 താളും. വെളിപ്പാട് 18 വരെ ഉള്ളു. മനസ്സിലാകുന്നുണ്ടോ? രക്ഷപ്പെടുകയില്ല. നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്. ഓൺലൈനിലൊക്കെ പലരും കാണും, ഈ ടൈപ്പ് സാധനങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് അവർക്ക് കൂടാ. അല്ല, നിങ്ങൾ അരിശം കയറിയിരിക്കരുത്. അല്ലെങ്കിലും ഭാഷക്ക് എന്നെ കാണുമ്പോൾ ഇച്ചിരി ഇതാ ഞാൻ ഈ സഭയിലോട്ട് നീ ഇങ്ങോട്ട് എഴുന്നള്ളാതിരിക്കുന്നതാണ് നല്ലത്. ഈ പരുവത്തിനാന്നേ. സ്തോത്രം. ഈ ആത്മീക വിഷയത്തിന് വേണം പ്രാധാന്യം കൊടുക്കാൻ. അപ്പൊ ആർക്കായി സമാധാനം? നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് ചില വചനം പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കത്തില്ലല്ലോ, ഉഴപ്പിയിരിക്കുന്ന അവർക്ക് ഭൂതമാ. അവർക്ക് ഭൂതമാ. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ ഉഴപ്പിയിരിക്കുകയും അലക്ഷ്യമായിട്ടിരിക്കുകയും ചെയ്യുന്നവർക്ക് വലിയ ഭൂതമാ. ഏറ്റവും ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയാ വചന ശുശ്രൂഷ. അതിന് കീഴിലാവാക്കി പ്രവചനവും വെളിപ്പാടും അന്യഭാഷയും വീര്യഭൂതത്തെ കറക്കുന്നതും ശാസിക്കുന്നതും ആട്ടുന്നതും തുപ്പുന്നതും എല്ലാം അതിന് കീഴിലാ. ഏറ്റവും ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ. ചിലക്ക് ബൈബിൾ ക്ലാസ് ഇഷ്ടമല്ല, അവർക്ക് ഭൂതമാ. കാരണം വേറെ പുസ്തകം പഠിക്കുന്നത് അവർക്ക് ഭൂതമാ. മിക്ക സഭകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, പലർക്കും ബൈബിൾ ക്ലാസ് ഇഷ്ടമല്ല, അവർ വരത്തുമില്ല. ശ്രദ്ധിക്കുക, അവർക്ക് ഭൂതമാ. നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ ഞാൻ പേടിക്കുമെന്നാണോ? നല്ല ചേലായി. ഇന്ന് 1:30 വരെ എടുക്കും. സ്തോത്രം. വചനത്തിൽ രസിക്കണം, വചനത്തിൽ അടിസ്ഥാനപ്പെടണം, വചനം കേട്ട് ബലപ്പെടണം. മുഖകാന്തിയൻ മ്ലാനത നീങ്ങോ, നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിന്മധുരാമൃത വചനം കിന്നതയാകവെ പോക്കും, നിന്മധുരാമൃത വചനം കിന്നതയാകവെ പോക്കും. മഹിമേഴും പരമേശ പാഹിമാമേശു മഹേശ, മഹിമയേഴും പരമേശ മഹിമാമേശു മഹേശ. നമുക്കിപ്പോ ഇനി 29 മുതൽ ബൈബിൾ ക്ലാസ് ഒരാഴ്ച. അന്നേരം അറിയാം ഏതിനൊക്കെയാ ഭൂതം, ഏതിനൊക്കെയാ. ഒന്നുകൂടെ പരിശോധിക്കാൻ അവസരം തരിക. ജോലിയുള്ളവര് ജോലിക്ക് പോകണം, മറ്റേ ബന്ധപ്പാടുള്ളവർക്ക് വരാൻ ഒക്കത്തില്ല. അതൊക്കെ ന്യായമാ കാര്യം. ബൈബിൾ ക്ലാസ് എനിക്ക് ഇഷ്ടമല്ല,
എനിക്കിത് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ സൂക്ഷ ഓർത്തോണം, ഭൂതവാ, ദുരാത്മാവാ. വചനത്തെ ആദിയിൽ വചനമുണ്ടായിരുന്ന വചനം ദൈവത്തോടു കൂടിയായിരുന്ന ആ വചനം ദൈവമാ. ആമേൻ. അതിഷ്ടമല്ലെന്ന് പറഞ്ഞാലോ? ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. എന്നും വചനം ധ്യാനിച്ചോണം, വായിച്ചോണം, ധ്യാനിക്കണം, അതിൽ തന്നെ രസിക്കണം. ഈ വചനത്തിന് ഭയങ്കര ശക്തിയാണ്. ആമേൻ. നമ്മൾ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോ തന്നെ ഈ വചനം നിന്റെ വീട്ടിൽ ചെന്ന് ക്രിയ ചെയ്യും. പല പ്രശ്നങ്ങളിൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് യോഗത്തിന് വന്നേക്കുന്നത്. പറയാൻ പറ്റുന്ന വിഷയമുണ്ട്, പറയാൻ പാടില്ലാത്ത വിഷയമുണ്ട്. എല്ലാ കാര്യവും എല്ലാവരോടും എല്ലായിടത്തും വെച്ച് എപ്പോഴും പറയാനും ഒക്കത്തില്ല. പക്ഷെ എല്ലാം ദൈവത്തോട് പറയാം. നിങ്ങളുടെ വീട്ടിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ കാണും. ഇതെങ്ങനെ തരണം ചെയ്യും? എന്നാലും യോഗത്തിന് പോകാം. അങ്ങനെ നിങ്ങൾ ചിലപ്പം വന്നത്. അപ്പൊ ചിലപ്പോൾ മക്കളോ അല്ലെ അപ്പനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ പറഞ്ഞു, ഓ ഇതിട്ടേച്ച് എങ്ങനെയാ നീ പോകുന്ന, ഞാൻ പോയിട്ട് വരട്ടെ. അങ്ങനെ ആയിരിക്കും വന്നത്. ചിലപ്പോൾ പ്രതികൂലത്തിൽ കൂടെ ആയിരിക്കും വന്നത്. ചില പറയാ പോയിട്ട് വാ കാണിച്ചു തരാം, അങ്ങനെ കേട്ടാച്ചായിരിക്കും. ചിലപ്പോൾ ചില ഈ വൈരാഗ്യമുള്ള അമ്മായിമാരെ അന്ന് ഉടനെ പറയും, നീ അധിക നാൾ പോകുകയല്ല, അങ്ങനെയും പറയുന്നവരുണ്ട്. എന്നും രാവിലെ ഉടുത്തൊരുങ്ങി അങ്ങ്. ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രതിസന്ധികൾ നിങ്ങളുടെ വീട്ടിൽ കാണും. കുഞ്ഞുങ്ങളുടെ വിഷയം കാണും, കുടുംബത്തിന്റെ വിഷയം കാണും, ശാരീരികമായി ചില പറയല് ഈ അസുഖമുള്ള ഇവരെ ഇട്ടാന്നോ നീ പ്രാർത്ഥനയാന്ന് പറഞ്ഞ് അങ്ങനെയും കാണും. പക്ഷേ അതെല്ലാം തൃണവൽഗണിച്ച് ഈ ആരാധനയെ സംബന്ധിച്ച് വചനം കേൾക്കുമ്പോൾ, നീ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ, നാം ഇവിടെ നിന്ന് വചനം കേൾക്കുമ്പോൾ ഈ വചനം നിന്റെ വീട്ടിൽ ചെല്ലും. അവിടെ ചെന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. രോഗികളായിട്ട് ആരേലും വീട്ടിലുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് വചനം കേട്ടാൽ മതി, ഈ വചനം അവിടെ ചെന്ന് സൗഖ്യമാക്കും. നിന്റെ തലമുറ വല്ലാത്ത കഷ്ടങ്ങളിൽ കൂടി പോകുന്നെങ്കിൽ നിരാശപ്പെടേണ്ട, ഇവിടെ നിന്ന് വചനം കേട്ടാൽ മതി. വചനം വീട്ടിൽ ചെന്ന് അത്ഭുതം ചെയ്യും. അത് വേഗത്തിലോടുന്ന വചനം. കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരോട് ചോദിച്ചു, എന്താ വല്ലതും കിട്ടിയോന്ന് ചോദിച്ചു. രാത്രി മുഴുവൻ ഒന്നും കിട്ടും. കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, ആ പടക് അല്പം ഒന്ന് ചോദിച്ചു. എന്നാത്തിനാ? അങ്ങനെ വിശദീകരിച്ച് എഴുതിയില്ലെങ്കിൽ ആശയമ്മ എന്നാത്തിനാ? ഒന്ന് യേശു പറഞ്ഞു, ഇച്ചിരി നേരം വചനം പറയാന്. ഇനിയോ? രാത്രി മുഴുവൻ ഉറക്കളച്ച് അധ്വാനിച്ചു. ഇനി ഈ വലയൊന്ന് കഴുകി വീട്ടിൽ എല്ലാം വൃത്തിയാക്കി പിന്നെ നാളെ വൈകിട്ട് ഇറങ്ങേണ്ടതാ. പിന്നെ ഇനിയും വചന ശുശ്രൂഷ നേരം പോയ നേരത്ത്. അല്ലെങ്കിൽ യേശുവിന് മറ്റുള്ളവരുടെ കാര്യമൊന്നും യേശു നോക്കത്തില്ല. യേശുവിന് വചനം പറയണം, ഇങ്ങനെ നടക്കണം, എവിടെയെങ്കിലും വീട്ടിൽ വിളിക്കുമ്പോൾ കഴിക്കണം. പത്രോസ് പറഞ്ഞു, എൻ്റെ അമ്മായിമ്മയാന്ന് ഒരു ഒക്കരുതാത്ത തള്ളയാ, പനി പിടിച്ച്. പനി ഇല്ലാത്തപ്പോ തന്നെ അവര് ചീവീടാ, പനിയും കൂടെ പിടിച്ച ഭാര്യ അന്ന് കൂടെ ഫോൺ ചെയ്യുക, ഇപ്പൊ എവിടെയായി, ഇന്ന് വല്ലതും കിട്ടിയോ, മുഴുത്തതാന്നോ അതോ ഊപ്പയാന്നോ? ഇപ്പൊ ഞാൻ എടുക്കാത്തോണ്ട് അവള് ടെക്സ്റ്റ് മെസ്സേജാ വിടുന്നത്, ഇപ്പൊ എടുക്കുന്നില്ല. അതുകൊണ്ടല്ല ടെക്സ്റ്റ് മെസ്സേജ്. എന്നാലും യേശു പറയാ, കുറച്ചു നേരം വചനം കേൾക്കാം. ഇപ്പൊ ഇന്നലെ ഒന്നും കിട്ടിയില്ല, ഇനിയിപ്പം വീട്ടിൽ ചെന്ന് ആരോടേലും കടം മേടിച്ച് വേണം വീട്ടിലെ കാര്യം നടക്കാൻ. അന്നേരം യേശു പറയാ, വചനം പറയാൻ. അങ്ങനൊന്നും അവര് പറഞ്ഞില്ല. നമ്മൾ പറയുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. പടക് ഒരല്പം കരയെന്ന് നീക്കണം. യേശു ആ പടകിലോട്ട് കയറിയിരുന്ന് തിരുവായി മൊഴിഞ്ഞു. സ്തോത്രം. വചനം പറഞ്ഞു. ഇവർക്ക് പ്രാരാബ്ദമൊക്കെ ഒത്തിരി ഉള്ളവരാ. ഇനി ഈ വചന ശുശ്രൂഷ കഴിഞ്ഞേച്ച് വേണം ബാക്കി പണി ചെയ്യാൻ. മല കഴുകണം, എല്ലാം കുടഞ്ഞു വിരിക്കണം, വള്ളത്തിന്റെ കാര്യം നോക്കണം, നയമ്പ് അത് ക്രമീകരിച്ച് വെക്കണം, വീട്ടിൽ ചെല്ലണം. വീട്ടുകാർ അതിനിടയ്ക്ക് വിളിച്ചു പറഞ്ഞു, വരുമ്പോൾ 2 കവർ പാലും കൂടെ മേടിക്കണം. തള്ള പറഞ്ഞ്, എടാ നീ ഓട്സ് കൂടെ മേടിച്ചോണ്ട് വരണം. ലിസ്റ്റ് ഇഷ്ടം പോലെ. കൊച്ചുങ്ങൾ പറഞ്ഞ്, പപ്പ വരുമ്പം പിന്നെ ടൈഗറിന്റെ ബിസ്ക്കറ്റ്,
ടൈഗർ പഴയ ഇപ്പോഴുണ്ടോ അത്? ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എനിക്കൊന്ന് അത് കഴിച്ച കൊച്ചുങ്ങൾക്കെല്ലാം ടൈഗറിന്റെ ഊര. നിങ്ങൾ ശ്രദ്ധിച്ച കൊച്ചുങ്ങളെല്ലാം ടൈഗറിന്റെ ബിസ്ക്കറ്റ് കഴിച്ച്. ടൈഗറിന്റെ ഊര. ടൈഗർ എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ് അല്ല, ടൈഗർ എന്ന് പറഞ്ഞ കടുവ. കൊച്ചുങ്ങളെല്ലാം അങ്ങോട്ട് വേണ്ടി കയറി ഉടക്കൊന്നും കണ്ടിട്ടില്ലേ? അവനെ തല്ലി, മറ്റവൻ അവന്റെ കൂമ്പിനൊരു ഇടി കൊടുത്തു. ലോകത്തിരിക്കുമ്പോൾ മറ്റവൻ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തു. നിങ്ങൾ ഇതെല്ലാം ഈ ടൈഗർ തിന്നുന്നതാ. മനസ്സിലാകുന്നില്ലേ? സ്തോത്രം. അസമിച്ചിട്ട് കഞ്ഞിയോ ചമ്മന്തിയോ കൊടുക്കാറുന്ന ഈ താങ്ങുമായിരുന്നോ? നിങ്ങൾ പിള്ളേർക്കെല്ലാം ഇപ്പോഴത്തെ ചിക്കൻ മതി. എല്ലായിടത്തും അങ്ങനെ എളുപ്പമുണ്ട്, കാര്യങ്ങൾ നടക്കും. പണ്ടൊക്കെ ഒരു കോഴിയെ കറി വെക്കണ, കോഴിയുടെ പുറകെ ഓടി അണച്ച് ഊപ്പാട് വന്ന് അതിനെ കിട്ടി, പിന്നെ വെള്ളം തിളപ്പിച്ച് അതിനെ മുക്കി അതിന്റെ കോഴിയുടെ തൂവലെല്ലാം എല്ലാം കളഞ്ഞ് എന്ത് പെത്തപ്പാടാ ഒരു കോഴിയെ കറി വെക്കുന്നത്. പെണ്ണുങ്ങളുടെ ഒരു ദിവസത്തെ വിനക്കേടാ. ഇപ്പൊ 10 മിനിറ്റ് കൊണ്ട് ചിക്കൻ വെന്ത് എല്ലാം റെഡിയായി. ഇതെല്ലാം പിള്ളേർ കഴിച്ച്. പിള്ളേരെ നിങ്ങൾ ശ്രദ്ധിച്ച യോഗത്തിന് വന്നിരിക്കുക, കൈയടിക്കുക, പാട്ട് പാടുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ ശ്രദ്ധിക്കണം. കൊച്ചുങ്ങളെല്ലാം വന്ന് കസാര, ഇപ്പം നമുക്ക് അന്ന് വെള്ള കസാര ഇട്ട് കൊച്ചുങ്ങളെല്ലാം അതിനകത്ത് കയറി കോഴി ഇരിക്കും പോലെ മയങ്ങിയിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ അകത്തോട്ട് ചെല്ലുന്നതനുസരിച്ചാ പുറത്തോട്ട് കാണിക്കുന്നത്. അപ്പൊ ഈ ശിഷ്യന്മാര് പറഞ്ഞു കാണും, ചെന്നിട്ട് എന്തെല്ലാം കാര്യങ്ങള് ഉണ്ട്. ഇന്നലെ പോന്നപ്പോഴേ തങ്കമ്മ പറഞ്ഞു വിട്ടത് അരി തീർന്നു വരുമ്പോ ഒരു പാക്കറ്റ് അരിയുടെ പവിഴം. അത് പവിഴം തന്നെ മേടിക്കണം. പൊന്നരി ആണെങ്കിലും വലിയ കുഴപ്പം ഇല്ല. പേരൊക്കെ പൊന്നരി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അസ്വസ്ഥതയാ. എന്തെല്ലാം പ്രാരാബ്ധ. എന്നാലും യേശു പറയാ പടക് നീക്കി ഞാൻ പ്രസംഗിക്കാൻ പോവാന്ന്. ശിഷ്യന്മാര് പല അഭിപ്രായം പറഞ്ഞു കാണും. അപ്പം ആട്ടെ, എന്തായാലും ഗുരു പറഞ്ഞതല്ലേ. യേശു തിരുവായി മൊഴിഞ്ഞു വചനം പ്രസംഗിച്ചു. നല്ലതുപോലെ യേശു വചനം പറഞ്ഞു. വചനമെല്ലാം പ്രസംഗിച്ചവര് ശ്രദ്ധയോടെ. പിന്നെ കർത്താവിന്റെ പ്രസംഗത്തിന്റെ ശൈലി ആർക്കും എഴുന്നേറ്റ് പോകാൻ തോന്നുകയില്ല. കാരണം ഇങ്ങനെ ലാവണ്യവാക്ക. നമ്മൾ ചിലരുടെ പ്രസംഗം കേട്ട് നമുക്ക് എഴുന്നേറ്റ് പോകാൻ തോന്നുകയില്ല. നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. ചിലരുടെ പ്രസംഗം കേട്ട സമയം പോകുന്നതും അറിയത്തില്ല. ഇന്നലെ രാത്രിയിലെ ശുശ്രൂഷ നല്ല അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. സമയം എനിക്കങ്ങ് 10 മണി വരെ. നിങ്ങൾ പിന്നെ വലിയൊരു മുരടുവല്ലോ ഓർത്ത് ഞാൻ അങ്ങ് സഹിച്ചതാണ്. സ്തോത്രം. എന്നാ ഒന്നുകൂടെ വിളിക്കുന്നുണ്ട് പുള്ളിയെ. എനിക്ക് വെളുക്കുവോളം ഇങ്ങനെ ശുശ്രൂഷ ഇരിക്കുന്ന ഇഷ്ടം. അപ്പൊ ചോദിക്കും മറ്റു കാര്യം, അതൊക്കെ അന്നേരം ദൈവം നടത്തിക്കോളും. എനിക്കിഷ്ടമാണ്. സ്തോത്രം. ഞാനാന്ന് ഇന്നലെ വചന ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ എല്ലാം ഇവർ കുറച്ചോ സഹായിച്ചു. അത് കഴിഞ്ഞെല്ലാം പോയി. പിന്നെ ഞാൻ അകത്ത് കയറി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത്. സ്തോത്രം. മുഴുവൻ കാര്യം ജോലി മുഴുവൻ ഞാൻ ചെയ്തേച്ചാ കിടന്നത്. രേണുവിന് വയ്യാത്ത കൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. ആ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കി പെറുക്കി തൂത്ത് തുടച്ചെല്ലാം വൃത്തിയാക്കി ഞാൻ കിടന്നപ്പോൾ 3:30 ഒരു സ്പൂണ് പോലും അവിടെ കഴുകാനില്ല ഉള്ളതാ എന്നല്ല പറഞ്ഞത്. എല്ലാം ക്രമപ്പെടുത്തി. ഞാൻ 3:15 കുളിച്ച് വസ്ത്രമെല്ലാം മാറി 3:30 കഴിഞ്ഞ് ഒന്ന് മയങ്ങിയപ്പോൾ. സാധാരണ നടക്കാൻ പോകുന്ന ഇന്നിപ്പം ജിനു രാവിലെ വന്നപ്പോൾ ഞാൻ അങ്ങ് മയങ്ങിപ്പോയി. ഈ നമ്മൾ ആത്മീക വിഷയത്തിന് വേണം പ്രഥമ സ്ഥാനം കൊടുക്കാൻ. സ്തോത്രം. അങ്ങനെയൊക്കെ കൊടുത്താൽ അറിയാത്ത വഴികൾ ദൈവം തുറന്നു. ഇനി വേറൊരു കാര്യമുണ്ട്, ഇത് പ്രാഗിക്കൊണ്ട് ചെയ്യുകയും ചെയ്യരുത്. ശപിക്കപ്പെടും. പ്രാഗിക്കൊണ്ട് ചെയ്താൽ രക്ഷപ്പെടുകയല്ല, സന്തോഷത്തോടാ ചെയ്യേണ്ടത്. ഞാൻ രാത്രി ദൈവം പ്രാർത്ഥന വെച്ചത് എല്ലാവരും മരുകയും ചെയ്തെടുക്കാൻ കുടുംബത്തുള്ളവർക്ക് ആർക്കും ഒരു ഉത്തരവാദി എന്തിനിങ്ങനെ രക്ഷപ്പെടുകയല്ല. അങ്ങനെ ഉണ്ട്. ചെല്ലു ചെയ്യും. അറിഞ്ഞു കുത്തി ഹൃദയത്തിൽ പ്രാഗിയച്ചാ അതിലെ ചെല്ലു പറഞ്ഞ് ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ എന്നിട്ട് ഞങ്ങൾക്ക് തന്നെ ഇങ്ങനെ. നിന്റെ ഹൃദയം ശരിയല്ല. ഈ പ്രാഗിയും അലപ്പുറം ഉണ്ടാക്കിയാ ഇതെല്ലാം ചെയ്യുന്നത്. ഇനി മേലെ ഈ പ്രാർത്ഥന ഇവിടെ വെക്കണ്ട. അത് അങ്ങനെ
ഞാൻ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, ഇനിയും വെക്കണ്ട. ഇനി വെക്കുകയാണെങ്കിൽ വേറെ രീതിയിൽ അവൻ രക്ഷപ്പെടുകയല്ല. അങ്ങനുണ്ട്. നല്ല മനസ്സായിരിക്കണം. എനിക്ക് നാളെ രാത്രി ഇങ്ങനെ വെച്ചാലും എനിക്ക് സന്തോഷമാണ്, മറ്റന്നാൾ വെച്ചാലും സന്തോഷമാണ്. ആയുസ്സും ആരോഗ്യം തന്നെ ദൈവം തന്ന മരണം വരെ അങ്ങനെ വെക്കുന്ന എനിക്ക് ജീസസ് സ്തോത്രം. ഈ ദൈവം നമ്മുടെ മനസ്സാണ് നോക്കുന്നത്. ആമേൻ. പ്രവൃത്തി ചെയ്യുന്ന പ്രവൃത്തിയല്ല. ഇപ്പം സഭയിൽ വന്ന് 2 കസാര മാറ്റിയിടുന്നു, ആ മനസ്സ് ദൈവം നോക്കും. ആ ദൈവം നോക്കും. നീ എന്തോ മനസ്സോടാ ഇത് ചെയ്യുന്നത്, അതാ ദൈവം നോക്കും. പ്രാർത്ഥിച്ചു, സ്തോത്രം പറഞ്ഞു, അല്ലെ വാക്യം വായിച്ചു, അല്ലെ പ്രസംഗിച്ചു, ഹൃദയവും കൂടെ ദൈവം നോക്കും. സൽചിന്തയോടാണോ, നല്ല ഉദ്ദേശശുദ്ധിയോടാണോ ഇത്, അത് ദൈവം നോക്കും. അതിനനുസരിച്ച് ആ മാർക്കിടുന്നത്. സ്തോത്രം. അതെ, ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. അവ കർത്താവ് ഇങ്ങനെ തിരുവായി മൊഴിഞ്ഞു, വചനം പറഞ്ഞു. ആ വചന ശുശ്രൂഷ കഴിഞ്ഞ് കർത്താവ് അവരോട് പറഞ്ഞു, പടകിന്റെ വലത്തുവശത്ത് അങ്ങോട്ട് വീശാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനം, ഒന്നും. അടുത്ത പദം, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കി. നീ വചനം പ്രസംഗിക്കുകയല്ലേ, ആ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുക. നീ പറഞ്ഞ വചനം ഞങ്ങൾ വിശ്വസിക്കുക. ഈ വചനത്തിൽ ഞങ്ങൾ രസിക്കുന്നു, ആ വചനം ഞങ്ങൾ അംഗീകരിക്കുന്നു. അവിടുത്തെ വാക്കിന് വലയിറക്കാം. ഇത്ര നേരം വചനം പറയല്ലേ, അതെ, ഞങ്ങൾ വചനം കേട്ടു. നിന്റെ വാക്കിന് വചനത്തിന് വലയിറക്കുക. സംഭവിച്ചത് ഞാൻ പറയണ്ട, നിങ്ങൾക്കല്ല, പെരുത്ത മീൻകൂട്ട്. ഇവര് ഈ ഏരിയയൊക്കെ നല്ല തിട്ടമുള്ളവരാ. ഒരു കട്ടൂപ്പ, കുട്ടനാടൻ ഭാഷ, ആ കട്ടൂപ്പ പോലും ആ ഏരിയയിൽ ഇല്ല. പക്ഷെ ഈ വചന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പെരുത്ത മീൻകൂട്ടം. എന്റെ ചിന്ത അവിടെ വ്യക്തമായിട്ട് എഴുതാത്തത് കൊണ്ട് ഞാൻ ഇപ്പം തറപ്പിച്ച് പറഞ്ഞില്ല. ഒന്നുകിൽ ഇല്ലാതിരുന്ന മത്സ്യം വചനം കേട്ടപ്പോ ഉണ്ടായി. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലയോ മുഴുവൻ ഉണ്ടായത്. അതുവരെയും ഈ വെള്ളത്തിൽ ജനിക്കാതിരുന്ന മത്സ്യം ഈ വചന ശുശ്രൂഷയിൽ ഒന്നെങ്കിൽ ജനിച്ചു. അതല്ലെങ്കിൽ എവിടെയോ കിടന്ന മത്സ്യക്കൂട്ടം വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ എത്തി. ഇത് രണ്ടിലേക്കും ഇല്ലാത്തതിനെ ഉളവാക്കുന്ന ദൈവം, ദൂരത്തുള്ളതിനെ അടുപ്പിക്കുന്ന ദൈവം. അറുക്കപ്പെട്ടു. രണ്ട് കാര്യമാണ്. ഒന്നെങ്കിൽ ഇല്ലാത്തതിനെ ഉളവാക്കി, അല്ലെങ്കിൽ ദൂരത്തിരുന്നതിന് ദൈവം സമീപത്ത് കൊണ്ടുവന്നു. ഇത് രണ്ടും വചന ശുശ്രൂഷ നടക്കും. ഡോക്ടർമാർ ചിലപ്പോ പറഞ്ഞു കാണും ബ്ലോക്ക് ഉണ്ടെന്ന്. ആയിക്കോട്ടെ, അത് അവര് നോക്കിയപ്പോ ബ്ലോക്ക് കണ്ടു. വചനം കേൾക്കുമ്പോൾ ബ്ലോക്ക് മാറ്റും. സൃഷ്ടിച്ചവൻ അധികാരമുണ്ട്, അവ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാനിന്ന് എപ്പോഴും പറയുമ്പോൾ ഇത് ആതുര ശുശ്രൂഷയെല്ലാം ബിസിനസ് അല്ലേ കൂടുതലും. അവര് നമ്മളെ പേടിപ്പിക്കാനൊക്കെ. ഈ രോഗം 1,00,000-ൽ ഒരാൾക്കേ ഉള്ളൂ. അപ്പൊ അമ്മാമ്മയ്ക്ക് ആള് മിടുക്കിയായി. 1,00,000 പേരിൽ അമ്മാമ്മയായിപ്പോ മിടുക്കി. പിന്നെ ഇപ്പോഴത്തെ നമ്മളിന്റെ വകുപ്പൊന്നും അറിയത്തില്ല. ഇത് 4,000 വേണ്ടത്. പക്ഷെ അക്കൗണ്ട് അമ്മാമ്മയ്ക്ക് 200 ഉള്ളൂ. കുഴഞ്ഞു. 4,000 നോർമലി വേണ്ടത്. പക്ഷെ അമ്മാമ്മയ്ക്ക് 200. എന്നാലും തന്നെ 100 കൂടെ താന്നു. നടന്നു ചെന്ന തള്ളയാണ്ട് സ്ട്രെച്ചറെ കടന്ന്.
നമുക്ക് വേണ്ടപ്പെട്ടൊരു സഹോദരി, ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, യോഗം കഴിഞ്ഞ് വേണേൽ പറയാം, ചെന്ന് അവർ ബസ്സിൽ കയറി അവിടെ ചെന്ന് പരിശോധിച്ച്, ചെറിയ പ്രയാസം പോലെ തോന്നി നെഞ്ചിന്, അവിടെ ചെന്ന് ഡോക്ടറെല്ലാം പരിശോധിച്ച്, ബിസിനസ്സാണെന്ന് പറയാനാ ചോദിച്ചോണ്ട് അവർ പറഞ്ഞു ഏതാണ്ടെല്ലാം ചെയ്ത് വെച്ച് പറഞ്ഞു, കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അവർ പറഞ്ഞില്ല, ഇപ്പോൾ ഓപ്പറേഷൻ നടത്തണം. അയ്യോ, അത്യാവശ്യം മണ്ടിക്കൂലിയായിട്ട് അങ്ങോട്ട് അവർ പറഞ്ഞു, അയ്യോ ഓപ്പറേഷൻ മുഴുവൻ ബ്ലോക്കാണ് പറഞ്ഞു. സന്ധ്യയ്ക്ക് മുന്നേ ആൾ തീർന്നു പോകുന്ന പരുവത്തിനാണ്. അപ്പോൾ അവർക്ക് അവരുടെ മരുമകൾ അവിടെ നേഴ്സായിരുന്നു. അവൾക്ക് ഉറക്കെ പറയാൻ പറ്റും, അവൾ പുറകെ ഒന്ന് കണ്ണ് കാണിച്ചു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി. അപ്പോൾ 1.5 ലക്ഷം രൂപ ഇപ്പോൾ കെട്ടിവെക്കണം, ഉടനെ തന്നെ ഓപ്പറേഷൻ, മൊത്തം ബ്ലോക്ക് അധിക ദിവസം. അവൾ പുറകെ ഇങ്ങനെ കണ്ണ് കാണിച്ചു. പറയാനൊക്കത്തില്ലല്ലോ. അവർ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയി ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ട്, അല്ല ഹസ്ബൻഡിനെ ഫോൺ ചെയ്ത് വരുത്തിയാൽ മതിയെന്ന്. അവർ പറഞ്ഞില്ല, ഒക്കത്തില്ല, വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവരിറങ്ങി വേറെ ഓട്ടോ പിടിച്ച് മെഡിക്കൽ കോളേജിൽ പോയി വേറെ ഡോക്ടറെ കണ്ടു, കോട്ടയം മെഡിക്കൽ കോളേജ്. അങ്ങേര് കാര്യമെല്ലാം പരിശോധിച്ച് പറഞ്ഞ് ഏതാണ്ട് 25 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു വിലയുള്ളൊരു 4-5 ഗുളിക, ഇത് കഴിച്ചാൽ മതി. കഴിച്ചു 1 മാസം കഴിഞ്ഞ് വരാം. 1 മാസം കഴിഞ്ഞ് വന്ന് ഒരു കുഴപ്പമില്ല. ഇപ്പം 9 വർഷം കഴിഞ്ഞ് അവർ നല്ല പയർ പോലെ വിജയമ്മ. ബിസിനസ്സാന്ന് നോക്കിക്കേ. പിന്നെ ആരും മെഡിക്കൽ കോളേജിലോട്ട് പോകാത്തതിൻ്റെ കാര്യം സ്തോത്രം, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ നല്ല, പിന്നെ ആൾക്കാർക്ക് ഇപ്പം മെഡിക്കൽ കോളേജിലാന്ന് പറയുന്നതൊക്കെ നാണക്കേടാ. എവിടാ? മുത്തൂറ്റാ. മുത്തൂറ്റ അല്ലേ? പിന്നെ അമ്മച്ചിനെ എവിടെ? അമ്മച്ചിയൊക്കെ എഞ്ചറിയാൻ്റെ എവിടെ? കല്ലിശ്ശേരി. അമ്മാമ്മ എവിടെ പോകാ? പരിമലയ്ക്ക് പോവുക, പള്ളിയിലല്ല, പള്ളി പണ്ടത്തൊരു പോയതാ. എവിടാ? പുള്ളി ഇൻഡോ അമേരിക്കയിലല്ലേ, വൈക്കത്ത്. അതിന് പുള്ളി ഇവിടെ നിന്ന് കാണിക്കുകയല്ല. എവിടെ? അനിയത്തി അങ്ങനെ ട്രീറ്റ്മെന്റ് ആസ്റ്റർ മെഡിസിറ്റി. ആൾക്കാർക്കെല്ലാം ഇത് ഒത്തിരി അങ്ങനെ പറയുന്നതും ക്രെഡിറ്റാ. മെഡിക്കൽ എവിടാ? മെഡിക്കൽ മെഡിക്കൽ കോളേജല്ല അല്ലേ? പക്ഷെ ഒടുവിൽ സംഭവിക്കുന്നത്, ഇവിടെ എല്ലാം കൊണ്ടുപോയ ആൾക്കാർ അങ്ങേയറ്റം പറ്റുമ്പം അവർ പറയും പെട്ടെന്ന് അതെന്തിനാ അന്നേരം കൊണ്ടുപോകുന്നേ അല്ലേ? ഞാൻ എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരാളുടെ കാര്യമല്ല. സ്തോത്രം. ഇപ്പം ഈ ആതുര ശുശ്രൂഷ രംഗത്ത് വെളിനാട്ടിൽ ഇവിടെയൊക്കെ ഇപ്പം എനിക്ക് എൻ്റെ വകുപ്പൊന്നും അറിയത്തില്ല. അവർ പറയുന്നത് എന്തുണ്ടെങ്കിലും രോഗിയോട് പറയണമെന്ന. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എല്ലാവർക്കും ഒരേ മാനസിക നിലയല്ലല്ലോ. ഈ ആദിയിൽ നിന്ന് വ്യാധി കൂടും, ഉണ്ടാകും. അങ്ങനെ പറയുമ്പോൾ തന്നെ ചിലർക്ക് ദീനം വർദ്ധിക്കും. അതേസമയം ചില ഡോക്ടർമാരൊക്കെ ഇപ്പോഴും ഉണ്ട് ചിലർ, നമ്മൾ ചില രൂക്ഷമായ അതൊന്നും കുഴപ്പമില്ല, ഇത് കഴിയുമ്പോൾ മാറാനുള്ളത്. പിന്നെ ഇത് കഴിക്കുമ്പം ഡോക്ടറെ വേറൊരു ഡോക്ടർ പറഞ്ഞത് ഒന്നും കഴിക്കരുതെന്നാ. എന്തെങ്കിലും കഴിക്കാവോ? ഈ അധിക എരിവും കഴിക്കണ്ട, പിന്നെ കൊടംപുളി ബാക്കിയെല്ലാം കഴിച്ചു. പിന്നെ ചില ഡോക്ടർമാർ പറയും ചായ കുടിക്കുന്ന ശീലമാണെങ്കിൽ രാവിലെ ഒരു 1/2 ഗ്ലാസ് ചായ കണ്ടമാനം കുടിക്കണം, ഇങ്ങനെയൊക്കെ നിർദ്ദേശിച്ചത്. അല്ലാത്തവരോ ഒന്നും കഴിക്കരുത്, അങ്ങനെ തന്നെ ജീവൻ പോവുകയല്ലേ. നല്ല ഡോക്ടർമാരുണ്ട്, അവർ അങ്ങനെയൊന്നും പേടിപ്പിക്കുകയല്ല, പേടിപ്പിക്കത്തില്ല. ഇതെല്ലാം ബിസിനസ്സാണ്. എല്ലാറ്റിലും ഉപരി നീ ദൈവസേനയും മുടങ്ങാലും അടക്ക്.
അത് ഞാൻ നിർത്തുക. ദൈവത്തിന് മഹത്വം. കർത്താവ് വചനം അങ്ങോട്ട് സംസാരിച്ചു. പെരുത്ത മീൻകൂട്ടം വന്നു. വചനത്തിന് ശക്തിയുണ്ട്. ദൈവസന്നിധിയിൽ വചനം കേൾക്കുമ്പോൾ ഈ വചനം ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഇല്ലാത്തതിനെ ഉളവാക്കും. ദൂരത്തുള്ളതിനെ അടുത്ത് കൊണ്ടുവരും. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. നമുക്ക് ദൈവം എന്ന് വെച്ചാൽ പിന്നീട് ബാക്കി ചിന്തിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. വചനത്തിൽ രസിക്കുവാൻ, വചനത്തിൽ ബലപ്പെടുവാൻ, വചനത്തിൽ ശക്തിപ്പെടുവാൻ എല്ലാവരും അർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം.